നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സേതു പൂർണിമയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ സമയത്ത് പൂർണിമയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കാരണം സേതുവിന് സ്വന്തം പെറ്റമ്മയെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ വേണ്ട എന്നൊരു ചിന്തയുണ്ട് എന്നൊക്കെ പൂർണിമയ്ക്ക് തോന്നുവാണ്. അങ്ങനെ പൂർണിമ സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കണം. അപ്പോഴേക്കും സേതു എന്നിട്ട് പൂർണിമയെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്താ അമ്മേ, അമ്മയുടെ മുഖമൊക്കെ എന്താ വല്ലാത്തെ? ഓ, നീ വഴിയൊക്കെ മറന്നിട്ടില്ലല്ലേ? ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ അമ്മേ? അല്ല, നിനക്ക് ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വരാം. നിന്റെ അമ്മയെ കിട്ടിയതിന് ശേഷം നിനക്ക് ഈ അമ്മയെ വേണ്ടില്ലേ? നീ അമ്മയുടെ ഒരു കാര്യം അന്വേഷിക്കാൻ പോലും വരാറില്ല. അത് പിന്നെ അമ്മയ്ക്കറിയാലോ, മരണത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നാ ഞാൻ എൻ്റെ പെറ്റമ്മയെ. പക്ഷേങ്കില് ആ അമ്മയ്ക്കൊന്ന് സുഖമാവുന്നോടം വരെ ആ അമ്മയ്ക്ക് ശുശ്രൂഷ കൊടുക്കണ്ടായിരുന്നു എനിക്ക് തോന്നി. ശുശ്രൂഷ കൊടുക്കണമല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നതാ. അല്ലാതെ ഞാൻ അമ്മയെ മറന്നിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ദേ ഈ അമ്മ എപ്പോഴും ഉണ്ടാവും. ഇതിന്റെ വളർത്തമ്മയല്ലേ, എനിക്ക് എൻ്റെ അമ്മയെ വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അച്ചു വന്നിട്ട് പറഞ്ഞു, അതെ സേതുവേട്ടൻ കൂടുതൽ സോപ്പ് ഇടുകയൊന്നും വേണ്ട. സോപ്പ് ഇട്ടൊന്നും അല്ല, ഞാനുള്ള കാര്യം പറഞ്ഞ എൻ്റെ മനസ്സിന്റെ ഒരു കൊള്ള അമ്മയ്ക്ക് സ്ഥാനമുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയ്ക്ക് സ്ഥാനമുണ്ട്. രണ്ടുപേർക്കും സ്ഥാനമുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, എനിക്ക് ആ പട സങ്കടം ഉണ്ടായിരുന്നു നിന്നെ കാണാഞ്ഞിട്ട്. കാരണം നീ ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. സേതുവിന് നന്നായിട്ട് അറിയാം പൂർണ്ണിമ എത്രമാത്രം സേതുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. കാരണം ആദ്യം താന് അമ്മയെന്ന് വിളിച്ച് പൂർണ്ണിമയല്ലേ കുറെ കാലത്തിന് ശേഷം പെറ്റുമ്മ ഉപേക്ഷിച്ചതിന് പോയതിന് ശേഷം ഒരു അമ്മയുടെ സ്നേഹം കൊടുത്തത് പൂർണ്ണിമയാണ്. അപ്പൊ അത് സേതുവിന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. അങ്ങനെ സേതു പിന്നീട് പൂർണ്ണിമയോട് പറഞ്ഞു, അതെ അമ്മ ഒരു കാര്യം ചെയ്യാം, അമ്മ ഇടയ്ക്ക് അങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണ. ഇത് കേട്ടോ പൂർണ്ണിമിച്ച അങ്ങോട്ടേക്ക് വരാനോ? അതെ, അവിടേക്കൊന്ന് വാ, ലക്ഷ്മിയമ്മയ്ക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ പൂർണ്ണിമയിൽ ഒരു ഞെട്ടലുണ്ടായി. കാരണം അവരുടെ ജീവിതം താനായിട്ട് തട്ടിത്തെറിപ്പിച്ച എന്നൊരു ചിന്ത പൂർണ്ണിമയുടെ മനസ്സിലുണ്ട്. പിന്നീട് പൂർണ്ണിമ പറഞ്ഞു, അതൊന്നും ശരിയാവില്ലട മോനെ, ഞാൻ എന്താണ് തൽക്കാലത്തേക്ക് വരുന്നില്ല. പിന്നെ സേതു നിർബന്ധിക്കാനൊന്നും പോയില്ല. അങ്ങനെ കുറെ സമയം സംസാരിച്ചിരുന്നിട്ടാണ് സേതു പോകുന്നത്. സേതു പോയി കഴിഞ്ഞപ്പം പൂർണ്ണിമയ്ക്ക് എന്തോ മനസ്സിനൊരു ഒരു സന്തോഷമൊക്കെ തോന്നി. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു സമാധാനക്കേട് തന്നെയായിരുന്നു സേതു വരാത്തോണ്ട്. അവൻ തന്നെ തിരിഞ്ഞു നോക്കത്തില്ലേ, അവൻ അവന്റെ പെറ്റമ്മയെ മാത്രം മതിയൊന്നൊരു ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ടെൻഷനൊക്കെ മാറി. പിന്നീട് സേതു വീട്ടിലേക്ക് വന്നു. ആ സമയം ലക്ഷ്മിയമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പൊന്നുമടത്തിലെ വിശേഷങ്ങളൊക്കെ. അങ്ങനെ സേതു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞുപോയി. ആ സമയത്ത് ഒരമ്മയുടെ സ്നേഹവും കരുതലും പെറ്റമ്മയുടെ സ്നേഹവും കരുതലും സേതു അനുഭവിച്ചറിയുമായിരുന്നു. കാരണം സേതുവിന് വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മ വെച്ചു വിളമ്പി, അതുപോലെ തന്നെ പല്ലവി ഉണ്ടായിരുന്നു. ഒരു കുടുംബം പോലെ ആ നല്ല സന്തോഷത്തോടുകൂടിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. ആ പഴയ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ നിന്നൊക്കെ മാഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. മയൂരിയെ കാണാത്തതിന്റെ വിഷമമുണ്ട്. എന്നാലും സേതു കൂടെ ഉള്ളതുകൊണ്ട് സേതുവും പല്ലവി അതൊന്നും അറിയിക്കാതെ ലക്ഷ്മിയമ്മ പുതിയ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയായിരുന്നു. സേതുവിന്റെ എല്ലാ കാര്യങ്ങളും ലക്ഷ്മിയമ്മ തന്നെ നോക്കി. ഇത്രയും കാലം നോക്കാൻ പറ്റിയില്ലല്ലോ. അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സേതുവിന്റെ മുടിയിലെ വെള്ളം തോർത്തി കൊടുക്കുന്നു. അങ്ങനെ സേതുവിന് വാരി കൊടുക്കുന്നു. എന്ന് വേണ്ട, തനിക്ക് കുഞ്ഞുനാളിലെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പം സേതുവിന് വേണ്ടിയിട്ട് ലക്ഷ്മിയമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട്. സേതുവിന് സന്തോഷമായിരുന്നു. സേതു ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. തനിക്ക് സ്വന്തം അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നേരെന്ന് സേതു ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു ആഗ്രഹമാണ് സേതുവിന്റെ ഇപ്പം നടക്കണേ. പക്ഷെ ഈ സമയത്തൊക്കെ ഇന്ദ്രൻ ചില തന്ത്രങ്ങളും മെനയുന്നുണ്ടായിരുന്നു. ഒരു കാരണവശാലും സേതും ലക്ഷ്മിയമ്മയും തമ്മിൽ ഒന്നിച്ചു പോകാനായിട്ട് പാടില്ല. അവരെ തമ്മിൽ തെറ്റിപ്പിരിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികളൊക്കെ ചെയ്യണം. ഇങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി പ്രതാപനെ കൂട്ടുപിടിക്കുന്നുണ്ട്. പ്രതാപനോട് പറഞ്ഞു, എടാ ഒരു കാരണവശാലും സേതുവും പല്ലവി അവിടെ നിൽക്കാൻ പാടില്ല. കാരണം പല്ലവി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊട്ടും ഇന്ദ്രനെ ഇഷ്ടപ്പെടുന്നില്ല. പല്ലവിയെ കാണാൻ പറ്റില്ലല്ലോ. പല്ലവി ഈ വീട്ടിൽ വേണം, ഇങ്ങോട്ടേക്ക് വരണം. അതിനാൽ ലക്ഷ്മിയമ്മ സേതുവും തമ്മിൽ ഉടക്കണം. അതൊക്കെയാണ് ഇന്ദ്രന്റെ മനസ്സിലെ ചിന്തകളൊക്കെ. പക്ഷെ ഇതൊന്നും സേതുവും പല്ലവിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. പൂമുഖത്ത് നിലവിളക്ക് വെച്ച് ലക്ഷ്മിയമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് സേതു ആ കൂടെ പോയിരുന്ന് പ്രാർത്ഥിക്കും. സേതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല്ലവിക്ക് സന്തോഷമായി. കാരണം സേതുവിന്റെ മനസ്സിൽ എത്രമാത്രം സന്തോഷമാണെന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി. ഈ സമയം ഇന്ദ്രൻ ഒരു പ്ലാൻ ചെയ്തു. വേണുവിനെ പോയി കാണണം, അയാളെ പോയി ഇടയ്ക്ക് കണ്ടൊന്ന് വെല്ലുവിളിക്കണം. അങ്ങനെ ചില തീരുമാനങ്ങളോട് കൂടിയിട്ട് വേണുവിനെ കാണാനായിട്ട് ചെയ്യുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് സേതുവായിട്ട് വേഷപ്പാർച്ച നടത്തിയാണ് ചെല്ലുന്നത്. കാരണം സേതുവായിട്ടാണ് ഇന്ദ്രൻ ചെല്ലുന്നത്. ഞാൻ സേതുമാധവനാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്ദ്രനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാലോ
കാരണം മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ സേതുവാന്നും പറഞ്ഞിട്ടാണ് പോയി ലക്ഷ്മിയമ്മയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീണ്ടും അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വേണുവിനോട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ, നിങ്ങളെ ഞാൻ വെറുതെ വിടത്തില്ല. എൻ്റെ അമ്മ ആത്മഹത്യയിലേക്ക് പോകാനായിട്ട് കാരണം നിങ്ങൾ ഒറ്റയൊരുത്തിനാ, നിങ്ങളെ ഞാൻ തീർത്ത് കളയും. അതുമാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ മകളുടെ വിവാഹം നടത്താൻ ആലോചിക്കുന്നുണ്ടല്ലോ, ഒരു കാരണവശാൽ അത് നടക്കില്ല, നടക്കാനും പോകുന്നില്ല. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വേണുവിന് ദേഷ്യം വന്നു. വേണു പറഞ്ഞു, നീ എന്താടാ നായ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് ഇന്ദ്രനെ പിടിച്ചിട്ട് കുനിച്ചെടുത്ത് ഇടിച്ചു. ഇന്ദ്രനെ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. മേലാൽ എന്റെ കൺവെട്ടത്ത് പോലും നിന്നെ കണ്ടേക്കരുത്, എനിക്കറിയാടെ എന്ത് ചെയ്യണമെന്ന്, എൻ്റെ മകളുടെ കല്യാണം നടത്താനായിട്ട് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വേണു വെല്ലുവിളിച്ചിട്ടാണ് പോകുന്നത്. ഇന്ദ്രന് സന്തോഷമായി. രണ്ടിടി കൊണ്ടാലെന്താ, അയാളുടെ മനസ്സിലേക്ക് തീപ്പൊരി കോരിയിടാൻ പറ്റിയല്ലോ. അത് തന്നെയായിരുന്നു ഇന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എങ്ങനെയെങ്കിലും വേണുവിന്റെ മനസ്സിലേക്ക് തീ കോരിയിട്ടിട്ട് ലക്ഷ്മി അമ്മയെ സേതുവിനൊക്കെ താർക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തിയത്. പിന്നീട് സേതുവിനെ വിളിച്ചിട്ട് ഋതുവിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അച്ചു പറയുന്നുണ്ട്. എല്ലാം കേട്ടിച്ചപ്പോൾ സേതുവിന് സഹിച്ചില്ല. കാരണം ഇന്ദ്രൻ ഇപ്പം ഋതുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പോരാത്തിന് പല്ലവിയും കൂടെ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായപ്പോ ഇന്ദ്രന്. അതൊക്കെ ആണെങ്കിൽ സഹിച്ചോണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഋതുവിനും പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് അച്ചു വിളിച്ച് സേതുവിനോട് പരാതി പറയണേ. അതറിഞ്ഞ പിന്നെ സേതുവിന് സഹിക്കോ? തന്റെ പെങ്ങൾക്കൊരു ആപത്ത് പറ്റിയെന്ന് അറിഞ്ഞ പിന്നെ സേതുവിന് സഹിക്കാൻ പറ്റില്ല. സേതു നേരെ ഇന്ദ്രനെ കാണാനിറങ്ങി ചെല്ലുവാണ്. അങ്ങനെ ഇന്ദ്രനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രനെ നിഷേധിക്കുകയോ ചെയ്യുന്നേ. പിന്നെ സേതു വിട്ടുകൊടുക്കോ? അവനെ അവിടെ ഇട്ടിരിക്കുന്നുണ്ട്. എടാ, എന്റെ പെങ്ങളുടെ ജീവിതം ആയതുകൊണ്ട് മാത്രം, അവളുടെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് നിന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നത്. നിന്നെ പണ്ടേ ഞാൻ തീർത്ത് കളയേണ്ടതായിരുന്നു ആ കൈതവനം കാട്ടിവെച്ച്. അങ്ങനെയാണെങ്കിൽ ഇന്നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. മര്യാദയ്ക്ക് എന്റെ പെങ്ങളെ നോക്കി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിലോ അവളുടെ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാണ്ടല്ലോ, ഇനി നീ ഭൂമി പോലും കാണില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദ്രന്റെ കട്ടക്കലിപ്പായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, പിന്നെ ഭൂമിയെ പോലും കാണില്ല പോലും, നീ ഒന്ന് പോടാന്ന് അവിടെ നിന്ന് വെല്ലുവിളിക്കുകയാണ്. സേതുവിന് അത് കേട്ടപ്പോൾ ഒന്നുകൂടെ ദേഷ്യമായി. സേതു വീണ്ടും കൊടുത്തു. അവനെ അവിടെ ഇടിച്ച് ഇഞ്ച പരിവാക്കി ഇടുവാണ്. ഒരു വിധത്തിൽ തല്ലുകൊണ്ട് ഇന്ദ്രൻ മുറിയിലേക്ക് പോകുന്നത്. ഇന്ദ്രൻ അപ്പോൾ ഒന്നുകൂടെ പക കൂടി സേതുവിനോട്. ഇവരെ ടിനിയും പണി കൊടുക്കണമല്ലോ എന്നൊരു ചിന്തയൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല മാർഗം വേണുവാണ്. അയാളെ ഒന്നുകൂടെ പോയി കാണണം. ഇതുവരെ നടന്ന പോലെയൊന്നുമല്ല. മയൂരിയുടെ കല്യാണം മുടക്കിയ സേതുമാധവനാന്ന് പറയണം. അതാണ് ഇനിയിപ്പം നടത്താൻ പോകുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാകും. അവനെ ആ ലക്ഷ്മിയമ്മ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടും. അവളും ആ പല്ലവി എന്ന് പറയുന്നവളും സേതുവും കൂടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ചില ലക്ഷ്യങ്ങളൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്തായിട്ട് അതാ നടത്തേണ്ടെന്നൊക്കെ ചിന്തിച്ചു. ഈ സമയം ലക്ഷ്മിയമ്മയെ കാണാനായിട്ട് ഇടയ്ക്ക് മയൂരി വരുന്നുണ്ട്. അങ്ങനെ മയൂരി വന്ന് കണ്ട് ലക്ഷ്മിയമ്മയോടൊപ്പം കുറെ സമയം സംസാരിച്ച് ചെലവഴിച്ചിട്ടാണ് പോകുന്നത്. മയൂരിയെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. തന്റെ മോള് തന്നെ കാണാൻ വന്നല്ലോ എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. ഈ സമയത്ത് ഇന്ദ്രൻ വീട്ടിലേക്ക് എഴുന്നുണ്ട്. പക്ഷെ സ്വന്തം വീട്ടിൽ ചെന്നാലും രാജലക്ഷ്മി മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം രാജലക്ഷ്മിക്ക് ഇപ്പൊ പ്രിയപ്പെട്ട മക്കളെന്ന് പറഞ്ഞാല് പാറും വിശ്വമാണ്. അവരോട് കാണിക്കുന്ന സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രന് സഹിച്ചില്ല. കാരണം എന്തേലും തന്ത്രം പറയാനായിട്ട് തന്റെ അമ്മ തന്നോട് കൂടെ നിൽക്കുമെന്ന് ഓർത്താ ചെല്ലുന്നേ. പക്ഷെ പഴയ സ്വഭാവമല്ല രാജലക്ഷ്മിക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് ഇന്ദ്രൻ അവിടെ ഒരു പിടിച്ചു നിൽപ്പുണ്ടായില്ല. എന്തേലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ രാജലക്ഷ്മി അതിന് പുല്ല വില പോലും കൊടുക്കത്തില്ല. രാജലക്ഷ്മി അവനെ അവിടെ നാട്ടി ഇറക്കുകയാണ് ചെയ്യുന്നത്. നീ ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നീ പൊന്നുമ്പടത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി, നീ അങ്ങോട്ട് ചെന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയം സേതു ഒരു കാര്യം അന്വേഷിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു ശ്രീഹരിയോട്. ആരാണ് മയൂരിയുടെ കല്യാണം മുടക്കാനായിട്ട് ഇറങ്ങി തിരിച്ചെന്ന്. ഒടുവില് ശ്രീഹരി വന്നിട്ട് ആ കാര്യം പറയുവാണ്. കല്യാണം മുടക്കാനായിട്ട് സേതുമാധവനാന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേങ്കില് സേതുമാധവനായിട്ട് വേഷം മാറിപ്പോയത് ഇന്ദ്രനാന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് സേതുവിന് മാത്രം മനസ്സിലായില്ല. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി ഇത് അറിഞ്ഞു. സേതു അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലോ. ശ്രീഹരി പറഞ്ഞു, ആരോ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട് സേതുവേട്ടാ, ആരാ എന്താന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് ഇതിന്റെ പിന്നിൽ കളിച്ചവരുടെ പ്രധാന ലക്ഷ്യം സേതുവേട്ടനായിരിക്കും. സേതുവേട്ടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലോ. അപ്പൊ പിന്നെ ആരായിരിക്കും? നമുക്ക് എന്താണുള്ളത് കണ്ടുപിടിക്കാം. സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക. കാരണം സേതു എന്ന് പറയുന്ന ഒരാളാണ് തങ്ങളോട് ഈ കാര്യം പറഞ്ഞതെന്നൊക്കെ ശ്രീഹരി അറിഞ്ഞു. ആ ചെറുക്കന്റെ വീട്ടുകാരോട് ശ്രീഹരി ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്ക് സേതുവിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ദൈവമേ, ഇങ്ങനെ എങ്ങാനോ സംഭവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താനാണ് സേതുമാധവനാണ് കല്യാണം മുടക്കിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം സേതുവിനും മനസ്സിലായി. തന്നെ അമ്മ തെറ്റിദ്ധരിക്കും എന്നുള്ള കാര്യം അറിയായിരുന്നു. ഇതേ സമയത്ത് ഇന്ദ്രൻ പോയി വേണുവിനെ കാണുന്നുണ്ട്. അപ്പൊ വേണുവിനെ അറിയത്തുണ്ടായിരുന്നില്ല മയൂരിയുടെ കല്യാണം മുടക്കിയത് ആരാന്നുള്ള കാര്യമൊക്കെ. അങ്ങനെ ചെന്നിട്ട് വേണുവിനെ വെല്ലുവിളിക്കുകയാണ്.
വേണുവിനെ വെല്ലുവിളിച്ചിട്ട് ഇന്ദിരൻ ആ കാര്യം വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ മകളുടെ കല്യാണം നടത്തുമെന്നല്ലേ പറയണേ? നിങ്ങളുടെ മകളുടെ കല്യാണം മുടക്കിയത് ഈ സേതുമാധവൻ തന്നെയാ. എന്റെ അമ്മയെ എനിക്ക് വേണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാ. എന്റെ അമ്മയെ നിങ്ങൾ അവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഒരു കാരണവശാലും നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല. കാരണം തൻ്റെ മകളുടെ വിവാഹം മുടക്കിയത് ഈ നിൽക്കുന്ന സേതുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും ഇന്ദിരനെ പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇന്ദിരന് പക്ഷേ ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി ഇപ്പം കാര്യങ്ങൾ കുറച്ചുകൂടെ കൊഴുക്കും. കാരണം ഇനി ലക്ഷ്മിയോട് വന്ന് വെല്ലുവിളി നടത്തും വേണു. അത് മാത്രമല്ല, ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് സേതുവിനെ വെറുക്കും എന്നുള്ള കാര്യം ഉറപ്പായി. അത് സത്യം തന്നെയായിരുന്നു. വേണു പിന്നീട് ലക്ഷ്മി അമ്മേനെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ലക്ഷ്മി അമ്മ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് അങ്ങനെ ഇറങ്ങി ചെല്ലുന്നത്. വേണുവിനെ കണ്ടിഞ്ഞ് പുറത്തു. ചിലപ്പോൾ തന്നോട് ചെയ്തു പോയ തെറ്റിനൊക്കെ മാപ്പ് പറയാനായിരിക്കുന്ന. പക്ഷെ അതൊന്നും ആയിരുന്നില്ല സംഭവിച്ചേ. പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലേ ലക്ഷ്മി. നീയും നിന്റെ മകനും കൂടെ ചേർന്നിട്ട് എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കി കുട്ടിച്ചാറാക്കി വിട്ടു. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു, ഞാൻ എന്ത് തെറ്റിയെന്നാ? ഞാനും എൻ്റെ മകനും നിങ്ങൾക്കൊരു തെറ്റും ചെയ്തിട്ടില്ല. വെറുതെ കള്ളത്തരം പറയരുത്. അതും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയുടെ കർണത്തിലിട്ട് അടിക്കുവാണ് വേണു. ദേ, നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കൊന്നും വേണ്ട. നിന്റെ ജീവന് അധികം വൈകാതെ തന്നെ പൊയ്ക്കൊള്ളൂടി. ആ സേതുവിനോടെ പോലെ നിനക്ക് അധികകാലമൊന്നും ജീവിക്കാൻ പറ്റില്ല. അവനുണ്ടല്ലോ പതുക്കെ പതുക്കെ കഴുത്തിറക്കുന്നവനാ. അപ്പൊ സേതു ആരെ എന്താണെന്നൊന്നും അയാൾക്കറിയത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മമ്മ വെല്ലുവിളിക്കണം. ഈ സമയം ലക്ഷ്മമ്മ പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്, വീട്ടിൽ കയറി വന്നിട്ട്. ആ സമയം സേതു പല്ലവി അവിടെ ഉണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് പോകാൻ നോക്കിയോ, ഞാൻ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നില്ല. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് നിങ്ങൾ അവിടെ തന്നെ ആട്ടി ഇറക്കി വിട്ടു. പക്ഷെ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചപ്പം ആത്മാർത്ഥമായിട്ടാണ് ജീവിച്ചേ. പക്ഷെ എനിക്ക് നിങ്ങൾ തന്നതോ? വേണ്ടേ, നീ കൂടെ ഒന്നും പറയണ്ട. നിന്റെ മാൻ എന്ത് ചെയ്താന്നറിയാവോ? എൻ്റെ മകളുടെ വിവാഹം മുടക്കുകയോ ചെയ്തേ. നിന്റെ പല കാര്യങ്ങളും അവനാണ് ചെറുക്കൻ കൂട്ടുകാരോട് പറഞ്ഞ് എന്നൊക്കെ പറയണം. അത് കേട്ടിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി. മേലാല് അവനോ നീയോ എൻ്റെ കൺമുന്നിൽ പോലും വന്നേക്കല്ല. അറിയാലോ, രണ്ടിനെ ഞാൻ വെച്ചേക്കില്ല. ഇതിനുള്ള പണി ഞാൻ നിനക്കിട്ട് തന്നോളാം. ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഈ വേണു ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോയി. ലക്ഷ്മിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു. അങ്ങനെ വൈകുന്നേരം സേതുവും പല്ലവിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിൻ്റെ അടുത്തേക്ക് എന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. സത്യം പറ സേതു, നീയാണോ മയൂരിയെ വിവാഹം ആലോചിച്ച് വന്ന ആ ചെറുക്കൻ കൂട്ടുകാരോട് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ കല്യാണം നേരത്തെ നടന്നായിരുന്നു, മാധവേട്ടനെ കുറിച്ചെല്ലാം പറഞ്ഞ് നീയാണെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞില്ലമ്മ, ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അറിഞ്ഞു നീയാണ് മയൂരിയുടെ കല്യാണം മുടക്കിയെന്ന്. എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല സേതു. നിന്റെ പെറ്റമ്മയല്ലേ ഞാൻ, നിന്റെ പങ്ങളല്ലേ മയൂരി. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. ഇനി എന്നെ നീ കാണുക പോലും വേണ്ട, നിന്റെ കൺമുന്നിലേക്ക് ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയമ്മ ഭയങ്കര വിഷമത്തോട് പോയി മുറിയിൽ പോയി കഥ കടച്ചു. സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയന്നിരുന്ന കാര്യം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പല്ലവി ആശ്വസിപ്പിച്ചു, സാരമില്ല ലക്ഷ്മിയമ്മ, ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ അറിയും. സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, വിഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സേതുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ സേതുവും ലക്ഷ്മിയമ്മയൊക്കെ കയറി കിടക്കുന്ന വീട് കയറി കുറച്ച് ഗുണ്ടകൾ കയറി ആക്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല കത്തിയൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ആ സമയം സേതു ഇറങ്ങിച്ചെന്ന് അവരെ തടയാൻ ശ്രമിച്ച സമയത്ത് സേതുവിന് നേരെ കത്തി വീശി കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ കൈയൊക്കെ മുറിയുന്നുണ്ട്. പല്ലവിക്ക് ലക്ഷ്മിയമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. ഈ സമയത്ത് പല്ലവി സേതുവിക്ക് ഓർത്തെന്താ, വെല്ലുവിളികൾ നടത്തിയിട്ട് വേണു പോയല്ലോ, അപ്പൊ അവരായിരിക്കും. പക്ഷെ ഇന്ദ്രനാന്ന് ഒരിക്കലും അറിയണ്ടായിരുന്നില്ല. ഇന്ദ്രനായിരുന്നു ഇതിന്റെ പിന്നിൽ കളിച്ച് വേണുവിന്റെ തലയിലേക്ക് ആ കുറ്റം കെട്ടിവെക്കാനായിട്ട് ഇന്ദ്രൻ കളിച്ചൊരു ചെറിയ നാടകമായിരുന്നിത്. ഈ സമയത്ത് സേതുവിന് എന്ത് സംഭവിച്ചാലും ലക്ഷ്മി അമ്മക്ക് വിചാരിക്കുന്നേ അത് വേണു ചെയ്ത കാര്യമായിരിക്കുന്ന. അപ്പൊ അങ്ങനെ ഇന്ദ്രന്റെ ഒരു പ്ലാനിങ് ആയിരുന്ന. പക്ഷേ എങ്കിൽ സേതുവിനെ അധികം ഉപദ്രവിക്കാനൊന്നും അവന്മാർക്ക് പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ സേതു അമ്മരെ തടുത്തു. ഒടുവിൽ അമ്മരെ അവിടെ എടുത്തിട്ട് ഇടിക്കുന്നുണ്ട്. അങ്ങനെ അവന്മാർക്ക് അവിടുന്ന് രക്ഷപ്പെടേണ്ടതായിട്ട് വന്നു. പിന്നീടാണ് സേതു ആ കാര്യങ്ങളൊക്കെ അറിയണേ. ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ദ്രനാന്നുള്ള സത്യം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റുമോ? കാരണം സേതു, ശ്രീഹരി, പല്ലവി എല്ലാവരും കൂടെ ആ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചേ? തന്റെ അമ്മയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ശ്രമിച്ച ആരാന്ന്. ഒടുവിലാണ് ആ സത്യങ്ങളൊക്കെ അറിയണേ. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രനെ വെറുതെ വിടുവോ? ഇന്ദ്രനെ പൊന്നുമടത്തി നിന്ന് അടിച്ചിറക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.